നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 വ്യക്തിയാണെങ്കിലും രാജ്യമാണെങ്കിലും ശക്തിയാണ് പ്രധാനമായി വേണ്ടത്. ആ ശക്തി അവനവൻ്റെ ഉള്ളിൽ തന്നെയാണെന്നറിയുമ്പോഴാണ് യഥാർത്ഥ ശക്തി ഉണരുന്നത്. സത്യം ശിവം സുന്ദരം എന്നത് ഈശ്വരൻ്റെ ഗുണങ്ങളല്ല, അത് ഈശ്വരനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്, അനുഭവമാണ്. ഈശ്വരന് നമ്മുടെ മനസ്സ് നൽകുന്ന വിശേഷണങ്ങളുടെ അതിർവരമ്പുകളാണ് അവ. ഈശ്വരന് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല. ഈശ്വരൻ അനന്തതയാണ്. എന്നാൽ ഈശ്വര ശക്തി നമ്മളിലൂടെ പ്രകടമാകുമ്പോൾ അത് സത്യവും ശിവവും സൗന്ദര്യവുമാണ്. ഈശ്വരൻ ബുദ്ധിയിലൂടെ പ്രകാശിക്കുമ്പോൾ സത്യമായും, ഹൃദയത്തിലൂടെ പ്രകാശിക്കുമ്പോൾ സൗന്ദര്യമായും, കർമ്മത്തിലൂടെ പ്രകാശിക്കുമ്പോൾ അത് ശിവമായും നന്മയായും അനുഭവപ്പെടുന്നു. ജീവിതത്തിൽ സത്യശിവസുന്ദരങ്ങൾ ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥ ശക്തി ഉണരുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. യത് സൗഖ്യാംബുധിലേശലേശതയിമി ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീർബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യക്കശ്ചിത് സസുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ യത്സൗഖ്യാംബുധിലേശലേശതയിമി ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീർബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യക്കശ്ചിത് സസുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ. ഇനി ശങ്കര സ്തോത്രാമൃതം. ഏതൊരു സുഖസമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണോ ഈ ദേവേന്ദ്രൻ തുടങ്ങിയവരൊക്കെ നിർവൃതന്മാരായി കഴിയുന്നത്, ഏതൊന്നിനെ സർവഗണനകളും പ്രശാന്തമായ ചിത്തത്തിൽ നല്ല പോലെ ലഭിച്ചാലാണോ മുനി നിർവൃതനാകുന്നത്? നിത്യസുഖ സമുദ്രത്തിൽ വീണ് നഷ്ടമായ ബുദ്ധിയോടൊത്ത ഏതൊരാളുണ്ടോ അയാൾ ബ്രഹ്മജ്ഞാനിയല്ല, മറിച്ച് ബ്രഹ്മം തന്നെയാണ്. ശ്രീ ശങ്കരാചാര്യ രചിച്ച മനീഷ പഞ്ചകത്തിലെ 5-ാം ശ്ലോകം വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ശങ്കരകൃതികളിൽ മനീഷ പഞ്ചകത്തിൽ ഒടുവിലത്തെ, അതായത് 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
യത്സൗഖ്യാംബുധിലേശലേശതയിമേ ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃത യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീഃ ബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യഃ കശ്ചിത് സ സുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ. ബ്രഹ്മജ്ഞൻ്റെ മഹിമയെ, ബ്രഹ്മവിജ്ഞാനിയുടെ സർവോത്കൃഷ്ടമായ മഹിമയെ പ്രകീർത്തിക്കുന്ന ശ്ലോകമാണിത്. പറയാണ് യത് സൗഖ്യാംബുധി ലേശലേശതഃ ഇമേ ശക്രാദയഃ നിർവൃതാഃ. യത് സൗഖ്യാംബുധി ലേശലേശതഃ, യാതൊരു സുഖസമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണോ, സുഖസമുദ്രം, സമുദ്രം എന്നത് അനന്തതയെ കാണിക്കുന്നു, അപാരതയെ കാണിക്കുന്നു, അതുപോലെ അഗാധതയെ കാണിക്കുന്നു. അപ്പോൾ അഗാധവും അപാരവുമായ സമുദ്രം, സമുദ്ര സമാനം അഗാധവും അപാരവുമായ സുഖം, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത സുഖം. ഇപ്പം സാധാരണഗതിയിൽ ഏതെങ്കിലും വിഷയങ്ങളുടെ പ്രാപ്തിയിൽ സുഖമുണ്ടാവുന്നു. ഇഷ്ടപ്പെട്ട ശബ്ദം കേൾക്കുമ്പോൾ, ശബ്ദത്തിൻ്റെ ആവിഷ്കാരങ്ങളാവട്ടെ, സംഗീതം തുടങ്ങിയവ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രൂപം കാണുമ്പോൾ, രൂപങ്ങളുടെ ആവിഷ്കാരങ്ങളാകട്ടെ, അത് ചിത്രങ്ങളാകട്ടെ, ശില്പങ്ങളാകട്ടെ, നാടകങ്ങളാകട്ടെ, നൃത്തങ്ങളാവട്ടെ, ഇനി പ്രകൃതിയിലെ വിവിധങ്ങളായ മനോഹരങ്ങളായ കാഴ്ചകളാവട്ടെ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ എന്തോ ആവട്ടെ, ഇതുപോലെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, അവയുടെ സമ്മിളിത ഭാവങ്ങൾ, ഇവയുടെ അനുഭവത്തിൽ മനുഷ്യന് സുഖം ഉണ്ടാവുന്നുണ്ട്. ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ സുഖം ഉണ്ടാവുന്നുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവുന്നുണ്ട്, ഇഷ്ടപ്പെട്ട നൃത്തം കാണുമ്പോൾ സുഖം ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെയല്ല. എന്നാൽ ആ വിഷയങ്ങളിൽ നിന്നുണ്ടാവുന്ന സുഖങ്ങളൊക്കെ പരിമിതങ്ങളാണ്, തത്കാലത്തേക്ക് മാത്രമുള്ളതാണ്, തദ്ദേശത്തേക്ക് മാത്രമുള്ളതാണ്, പരിമിതമാണ്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിൽ സുഖമില്ല. സുഖമില്ലെന്ന് മാത്രമല്ല, പിന്നെ ദുഃഖവും ആവും. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചപ്പോൾ സുഖം ഉണ്ടായി എന്ന് നേരത്തെ പറഞ്ഞു, തൃപ്തിയായി, കുറച്ചും കൂടി കഴിച്ചോളൂ പറഞ്ഞാലോ വയ്യ. ആരെങ്കിലും ബലപൂർവ്വം നിർബന്ധിച്ച് കഴിപ്പിച്ചാലോ അത് ദുഃഖമായി മാറി. അല്പം മുമ്പ് സുഖഹേതുവായത് ഇപ്പോൾ ദുഃഖഹേതുവാവുകയാണ്. എല്ലാ വിഷയസുഖങ്ങളുടെയും സ്വഭാവം ഇതാണ്, അവ പരിമിതങ്ങളാണ്, ദേശകാല വസ്തു സാപേക്ഷങ്ങളാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത സുഖത്തെ, ആനന്ദത്തെ കാണിക്കുന്നതാണ് അംബുധി ശബ്ദം, അംബുധി സമുദ്രം. ഇപ്പോൾ സുഖസമുദ്രം, യാതൊരു സുഖസമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണോ ശക്രാദയഃ നിർവൃതാഃ, ശക്രൻ തുടങ്ങിയവർ, ശക്രൻ ദേവേന്ദ്രൻ, ദേവേന്ദ്രൻ തുടങ്ങിയവർ നിർവൃതന്മാരായി ആനന്ദത്തിൽ കഴിയുന്നു. ഇപ്പം ദേവേന്ദ്രൻ തുടങ്ങിയവരെന്ന് പറയുമ്പോൾ ദേവേന്ദ്രൻ മുതൽക്ക് അങ്ങോട്ടുള്ള പ്രജാപതി, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ, ഇപ്പം ദേവന്മാർ സുഖമായി കഴിയുന്നു. അവർക്ക് വളരെ സുഖമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ സുഖം? പറയുകയാണ് ഈ സുഖസമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണ്. ബ്രഹ്മാനന്ദത്തിൻ്റെ അനേക കോടിയിലൊരംശമാണ് അവർക്കുള്ള സുഖം. അപ്പോൾ ബ്രഹ്മാനന്ദത്തിൻ്റെ മഹിമ എത്രയാണ്? നമ്മുടെ ദൃഷ്ടിയിൽ, സാമാന്യ മാനുഷിക ദൃഷ്ടിയിൽ ദേവന്മാർക്ക് വലിയ സുഖമാണ്, അവർ സുഖാനുഭൂതിയിൽ കഴിയുന്നവരാണ്. ഇപ്പോൾ സാമാന്യ ദേവന്മാരെക്കാൾ എത്രയോ ഉയർന്ന സുഖമാണ് ദേവേന്ദ്രൻ്റെ സുഖം. ദേവേന്ദ്രൻ്റെ സുഖത്തേക്കാൾ എത്രയോ ഉയർന്ന സുഖമാണ്
ബ്രഹ്മാവിൻ്റെ സുഖം. ഇതാണ് നമ്മുടെ ദൃഷ്ടിയിൽ. പക്ഷെ അവിടെയാണ് ആചാര്യൻ പറയുന്നത്, ഈ ബ്രഹ്മാനന്ദ സമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണ് അവരെല്ലാം സുഖികളായിരിക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് ഉപനിഷത്തിൽ ഉപദേശിക്കപ്പെട്ടൊരു സുഖ താരതമ്യമുണ്ട്. ഒരാൾ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യൻ, സാധുവാണ്, ധർമാചാരനിഷ്ഠനാണ്, യുവാവാണ്, ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയാണ്. ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, ബലമുണ്ട്, എല്ലാ ഭോഗങ്ങളും അനുഭവിക്കാനുള്ള ശേഷിയുണ്ട്, ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനത്തെ ഒരാൾ ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് സങ്കല്പിക്കുക. ഉണ്ടെങ്കിൽ അയാളുടെ ആനന്ദം ഒരു മനുഷ്യാനന്ദമാണ്. ആ മനുഷ്യാനന്ദത്തിൻ്റെ സകല ധനധാന്യ സമൃദ്ധിയുമുള്ള പൂർണ്ണമായ ഭൂമിയുടെ ആധിപത്യമുള്ള ആ യുവാവിൻ്റെ ആനന്ദം അതിൻ്റെ 100 ഇരട്ടിയാണ് ഒരു ഗന്ധർവാനന്ദം. അങ്ങനെയുള്ള 100 ഗന്ധർവന്മാരുടെ ആനന്ദമാണ് ഒരു മനുഷ്യ ഗന്ധർവാനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് ദേവഗന്ധർവാനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് ചിര പിതൃലോകവാസികളുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് സ്മാർത്ഥ കർമ്മങ്ങളെ കൊണ്ട് ദേവന്മാരാകുന്നവരുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് സ്വതവേ ദേവന്മാരായി ജനിച്ചവരുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് ഒരു ഇന്ദ്രൻ്റെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടി ആനന്ദമാണ് ബൃഹസ്പതിയുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് പ്രജാപതിയുടെ ആനന്ദം. അതിൻ്റെ 100 ഇരട്ടിയാണ് ബ്രഹ്മാവിൻ്റെ ആനന്ദം. ഇങ്ങനെ ആനന്ദമീമാംസ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ താരതമ്യത്തിനപ്പുറത്തുള്ള ബ്രഹ്മാനന്ദത്തെ സൂചിപ്പിക്കാനാണ്. അപ്പം ബ്രഹ്മാനന്ദത്തിൻ്റെ ലേശം കൊണ്ടാണ് ദേവേന്ദ്രൻ തുടങ്ങിയവർ പോലും ആനന്ദമഗ്നരായി കഴിയുന്നത്. അപ്പോൾ ബ്രഹ്മാനന്ദത്തിൻ്റെ മഹിമ ചിന്തിക്കൂ. തുടർന്ന് മറ്റ് വിശേഷണങ്ങളെ കൊണ്ട് അതിൻ്റെ മഹിമ പറയുകയാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മമാണ്. ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്നത് ധർമ്മത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടാണ്. ധർമ്മമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ധർമ്മമാണ് നമ്മുടെ ഏറ്റവും വലിയ കവചം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതാണ് ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്ന് പറയാനുള്ള കാരണം അതാണ്. ആരാണോ ധർമ്മത്തെ പരിപാലിക്കുന്നത്, ധർമ്മത്തെ സംരക്ഷിക്കുന്നത്, അവൻ്റെ ജീവിതത്തിലൂടെ അവനെ ധർമ്മം പരിപാലിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഭാരതീയമായ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഒരാൾ പോലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ എന്ത് സംഭവിക്കും? ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ സമൂഹം ഛിന്നഭിന്നമായി പോകും. സമൂഹത്തിലെ എല്ലാ കെട്ടുറപ്പുകളും ഇല്ലാതെയാകും. നമ്മുടെ അമ്മയും മകനെയും അല്ലെ മകളെയും തമ്മിൽ, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ, അല്ലെങ്കിൽ ബന്ധുജനങ്ങളെ തമ്മിൽ, അല്ലെങ്കിൽ സമൂഹത്തെ ഒന്നിച്ച് നിർത്തുന്ന ഘടകം, അല്ലെങ്കിൽ രാഷ്ട്രത്തെ ഒന്നിച്ച് നിർത്തുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേർത്ത് നിർത്തുന്നത് ധർമ്മമാണ്. അതുപോലെ എല്ലാ മതങ്ങളെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് ഈ ധർമ്മബോധം കൊണ്ടാണ്. അപ്പോൾ എപ്പോഴാണോ ഈ ധർമ്മബോധം മനുഷ്യ മനസ്സിൽ നിന്ന് ഇല്ലാതാകുന്നത്, അന്ന് ഒരു കാര്യം സംഭവിക്കും. സ്വാർത്ഥത പെരുകും, അഹങ്കാരം പെരുകും. അതുവഴിക്ക് നമ്മുടെ തന്നെ നാശം, അത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ നാശം, വ്യക്തികളുടെ നാശം, വിവാഹ ജീവിതങ്ങളിൽ അവരുടെ ആ വിവാഹജീവിതം പൊലിഞ്ഞു പോവുക, അതുപോലെ തന്നെ കുറ്റവാളികളായി പോവുക, അടുത്ത തലമുറ വഴി ദിശാബോധം നഷ്ടപ്പെട്ട് സഞ്ചരിക്കുക, മയക്കുമരുന്നിന് അടിമകളായിത്തീരുക. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ധർമ്മബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ്. ഞാൻ അമ്മ പറഞ്ഞ ഒരു ഉദാഹരണ സംഭവകഥ ഇവിടെ ഓർമ്മിക്കുകയാണ്.
അതായത് ചൈനയിൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു വലിയ വൻമതിൽ, ചൈനയുടെ വൻമതിൽ ഇന്നും ലോകത്തിലൊരു അത്ഭുതമായിട്ട് നിലകൊള്ളുകയാണ്. ഈ വൻമതിൽ ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ലായിരുന്നു, ശത്രു രാജ്യങ്ങളുടെ ആക്രമണം വന്നാൽ അത് പെട്ടെന്ന് ആ രാജ്യത്ത് കടന്നു വന്ന് ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൻമതിൽ കെട്ടിയെന്നാണ്. അപ്പോൾ ഈ വൻമതിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനുമില്ലാത്ത അത്രയും ശക്തമായ മതിലാണ് അതിർത്തിയായിട്ട് നിശ്ചയിച്ച ഭാഗത്തെല്ലാം കെട്ടിയുറപ്പിച്ചത്. ഇനി ഒരു ശത്രുവിന് പോലും ആ രാജ്യത്ത് കടന്നു വന്ന് ആക്രമിക്കുവാൻ കഴിയില്ല എന്ന് ആ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചു. അവരെ ആത്മവിശ്വാസം അവർക്ക് കൂടി. ഇനി ഒരു രാഷ്ട്രത്തിലെ ഒരു ശത്രുവിനും തങ്ങളെ ആക്രമിച്ച് കീഴടക്കുക സാധ്യമല്ല എന്നവർ നിശ്ചയിച്ച് ഉറപ്പിക്കുക തന്നെ ചെയ്തു. പക്ഷേ വളരെ കുറഞ്ഞ കാലം കൊണ്ട്, അത്ഭുതമെന്ന് പറയട്ടെ, ഈ ചൈനയുടെ വൻ മതിൽ ഭേദിച്ച് ശത്രുക്കൾ അകത്ത് കടക്കുകയും രാജ്യത്തെ ആക്രമിക്കുകയും ആ ഭരണത്തെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണത് സംഭവിക്കാൻ കാരണം എന്നുള്ളതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ കേട്ട സംഭവമാണ്. അപ്പോൾ അതിപ്രകാരമാണ് പറയുന്നത്. കാരണം അവിടെ കാവൽ നിന്നിരുന്ന, ഈ വൻമതിൽ കെട്ടിയിട്ട് അതിന് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ആ കാവൽ നിന്നിരുന്ന ആൾക്കാരെ ശത്രു രാജ്യങ്ങളിലെ ആൾക്കാർ സ്വാധീനിച്ചു. ധനം കൊടുത്ത് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അവർ സ്വാധീനിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അകത്ത് കിടക്കാൻ എളുപ്പമായി. വൻമതിലൊന്നും ഒരു തടസ്സമായില്ല. അതിൻ്റെ ദ്വാരങ്ങളെല്ലാം തുറക്കപ്പെട്ടു, ശത്രുക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അപ്പോൾ സത്യത്തിൽ ആരാണ് ശത്രു? നമ്മുടെ ഉള്ളിലെ അധാർമിക ബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ധർമ്മബോധമാണ് നമ്മുടെ കെട്ടുറപ്പ്, ധർമ്മബോധമാണ് നമ്മുടെ കവചം എന്ന് പറയുന്നത് സത്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും അതാണ്. അപ്പോൾ ധർമ്മബോധമില്ലാത്ത ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അപചയങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹം, അതിൻ്റെ ദുരിതങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമ്മ പറയാറുള്ളൊരു ഉദാഹരണം, ഒരു വലിയ അജാനബാഹുവായ ഒരാൾ, അതിശക്തൻ എന്ന് കാണുന്ന കാഴ്ചയിൽ അതിശക്തനായ ഒരാൾ, ആ ആളുടെ മുമ്പിൽ ഒരു കുപ്പി അല്ലെ മദ്യം കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ കൈ അതിന് വേണ്ടിയിട്ട് നീളുകയാണെങ്കിൽ അവനെ നമ്മൾ കരുത്തൻ എന്നല്ല പറയുക, ദുർബലൻ എന്നാണ്. കാരണം അവനെ സ്വാധീനിക്കാൻ ഒരു കുപ്പി മദ്യത്തിന് സാധിച്ചുവെങ്കിൽ അവൻ വെറും ദുർബല മനസ്സാണ്. ഈ ഒരു കുപ്പി മദ്യം കൊണ്ട് ഇവനെ വേണമെങ്കിൽ ഒരു കൊലപാതകിയാക്കി മാറ്റാം, അല്ലെ മറ്റ് ദുഷ്കർമ്മങ്ങളിലേക്ക് ഇവനെ കൊണ്ടുവരാൻ സാധിക്കും. അവൻ്റെ കുടുംബത്തെ നശിപ്പിക്കാം, അവൻ്റെ രാഷ്ട്രത്തെ നശിപ്പിക്കാം, സമൂഹത്തെ നശിപ്പിക്കാം. ഇതെല്ലാം സ്വാധീനിക്കുവാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു ദുർബലനായ ഒരു മനുഷ്യനെ കൊണ്ട് ആണ് എല്ലാ അധാർമിക വൃത്തികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരുത്തനായ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഭാരതം ഉദ്ദേശിക്കുന്നത് ധർമ്മബോധമുള്ളവൻ, ആ ധർമ്മത്തെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവൻ, ധർമ്മബോധത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സഞ്ചരിക്കുന്നവൻ, അവനെയാണ് ധീരൻ നമ്മൾ വിളിച്ചത്. അവൻ പ്രലോഭനങ്ങളിൽ വഴങ്ങില്ല, അവൻ ഭീഷണികളിൽ വഴങ്ങില്ല. അത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും അവനെ സ്വാധീനിക്കുവാൻ സാധിക്കില്ല. യഥാർത്ഥ ധർമ്മബോധമുള്ളവരെ സ്വാധീനിക്കുവാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ അച്ഛൻ പിതാവിനെ പറ്റി പറയാറുണ്ട്. അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു. അദ്ദേഹം ഒരു കള്ളസാക്ഷി പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ജന്മി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് ഉപദ്രവം ഈ മനുഷ്യനുണ്ടായി എന്നാണ്. ആ സാധു ബ്രാഹ്മണനുണ്ടായി. അദ്ദേഹത്തിന് ആ ഗ്രാമം വിട്ടു പോകേണ്ടി വന്നു എന്നാണ്. എന്നിട്ടും അദ്ദേഹം കള്ളം പറയാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. സത്യത്തിന് വേണ്ടി നിലകൊണ്ടു, ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടു. കള്ളസാക്ഷി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തന്നെ താമസിക്കായിരുന്നു. പക്ഷേ അദ്ദേഹം കുടുംബത്തോടു കൂടി ആ നാട് വിട്ടുപോയി. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് മറ്റൊരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അവിടെ സഹായിക്കാൻ എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഈ ദുർബലനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയാണ് ദുർബലന്മാരെന്ന് പറയുക. അപ്പോൾ ഈ അടുത്ത സമയത്തൊരു പത്രത്തിൽ കുറച്ച് നാൾ മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് മാഹിക്കടുത്തുകൂടി മദ്യം കൊണ്ടുപോകുന്ന കേസുകൾ നിറച്ചുകൊണ്ട് പോവുകയാണ് ഒരു വണ്ടി. അതിൽ നിന്ന് കുറച്ച് കേസുകൾ താഴെ വീണു. അപ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയിലുള്ളവർ അറിയുന്നില്ല, ഇവരങ്ങ് പോവുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്ന മറ്റു വാഹനങ്ങൾ വന്നവർ പലരും, സ്കൂട്ടറിലുള്ളവരും ഓട്ടോറിക്ഷയിലുള്ളവരും കാറുകളും എല്ലാം അവിടെ നിർത്തിയിട്ട് ഇതെല്ലാം പെറുക്കിയെടുക്കാൻ വേണ്ടി നടക്കുകയാണ്. വെറും യാചകന്മാർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ അവൻ യാചകനായി തീരുകയാണ്.
അപ്പോൾ ധർമ്മം കൊടുക്കാൻ പഠിപ്പിച്ചു, അധർമ്മം എടുക്കാൻ പഠിപ്പിച്ചു. മറ്റുള്ളവൻ്റെ കൂടി എടുക്കാൻ പഠിപ്പിക്കുന്നതാണ് അധർമ്മം, തട്ടിയെടുക്കാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ധർമ്മബോധമാണ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യം, എന്നും ആവശ്യം. അതുകൊണ്ട് ഈ ധർമ്മബോധത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ വ്യതിചലിക്കാതെ ഇരിക്കുവാനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. വേദമാണെങ്കിലും ഇതിഹാസങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും സ്തുതികളാണെങ്കിലും കാവ്യങ്ങളാണെങ്കിലും എല്ലാം ഇതെല്ലാം ധർമ്മബോധത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഉണ്ടായതാണ്. യഥോ ധർമ്മസ്ഥതോ ജയ എന്നുള്ള മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട വാക്യം തന്നെ എടുത്തു നോക്കുക. ഇത് ഗാന്ധാരി പറഞ്ഞതാണ്. അധർമ്മം ചെയ്ത സ്വന്തം മക്കൾ ആ വംശത്തെ മുഴുവൻ മുടിച്ചു. അപ്പോഴും ആ അമ്മയുടെ പ്രാർത്ഥന എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയം എന്നുള്ളതായിരുന്നു. അപ്പോൾ ധർമ്മത്തിന് എന്നും വിജയം ആശംസിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഭാരതീയർ. ധർമ്മമേ ജയിക്കൂ, അവസാനം ധർമ്മമേ നിലനിൽക്കൂ. മറ്റുള്ളതെല്ലാം അധർമ്മത്തിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങളെല്ലാം തകർന്ന് തവിടുപൊടി ആയിപ്പോകും. പക്ഷേ ധർമ്മത്തിൽ കെട്ടിപ്പടുക്കുന്നതെല്ലാം ശാശ്വതമായി നിലനിർത്താൻ നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമഃശിവായ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.